ഹലോ നമസ്കാരം, ALG ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തക്കാളിയുടെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു തക്കാളിയുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജസിലും എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇടാമെന്ന്. ഇന്ന് ആ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. തക്കാളി തൈകൾ 1 മാസം പ്രായമാകുമ്പോഴാണ് നമ്മൾ മാറ്റി നടേണ്ടത്. ഇതിപ്പോൾ 1 മാസം പ്രായമുള്ള തക്കാളി ചെടികളാണ്. തക്കാളി തൈകൾ മാറ്റി നടുമ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണിലേക്ക് വേണം മാറ്റി നടാൻ. അപ്പോൾ തക്കാളി ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത് നടേണ്ട പോട്ടിംഗ് മിക്സ് ആണ്. ഞാൻ ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പോട്ടിംഗ് മിക്സ് ആണ്. ആ പോട്ടിംഗ് മിക്സിൽ മണ്ണും ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും വെർമിക്കുലൈറ്റും പെർലൈറ്റും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അടങ്ങിയിട്ടുണ്ട്. പിന്നെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡോളോമൈറ്റും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ചെടികൾ മാറ്റി നട്ട് ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ വേറെ യാതൊരു വളപ്രയോഗവും ചെയ്യേണ്ട ആവശ്യമില്ല. ചെടികൾ മാറ്റി നട്ട് 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കമ്പോസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ കമ്പോസ്റ്റ് പിന്നിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് വരുന്ന ലിക്വിഡ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കമ്പോസ്റ്റിയോ കമ്പോസ്റ്റ് പിന്നോ ഇല്ലെങ്കിൽ പച്ച ചാണകം കലക്കിയതോ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും പൊളിപ്പിച്ചതോ ശീമക്കൊന്നയുടെ ഇല വളമാക്കിയതോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. ഞാനെപ്പോഴും ഈ വളമാണ് ചെയ്തു കൊടുക്കാറ്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസും കൂടി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കമ്പോസ്റ്റ് എടുത്ത് 10 ഇരട്ടി വെള്ളവും കൂടി മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെടികളൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് ആദ്യത്തെ വളപ്രയോഗം ചെയ്തു കൊടുക്കാം. ഈ ഒരു വളപ്രയോഗം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു കൊടുക്കണം. നമ്മുടെ ചെടികൾ തഴച്ചു വളരാൻ ഇത് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷനുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവേ. ചെടികൾ 1 മാസം പ്രായമാകുന്നത് വരെ ഇതുപോലത്തെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് മാത്രം ഉപയോഗിക്കുക. ചെടികൾ 1 മാസം പ്രായമായതിനു ശേഷം നമുക്ക് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം. അതിൽ ചാണകപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് കൃഷി വകുപ്പ് നിർമ്മിക്കുന്ന ഒരു വളമാണ്. ഇത് തണലത്തുണക്കിയ നല്ല വെറ്റായിട്ടുള്ള ചാണകപ്പൊടിയാണ്. ഇത് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. വളപ്രയോഗം നടത്തുന്നതിന് മുൻപ് ഗ്രോ ബാഗിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കളകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറിച്ചും കളയുക. ഇനി നമുക്ക് വെള്ളമിട്ട് കൊടുത്ത് മണ്ണുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്ത് വളപ്രയോഗം നടത്തി കഴിഞ്ഞാലും ചെടികൾക്ക് ധാരാളം വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ ചെടികൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് അതുപോലത്തെ ചാണകപ്പൊടി ഇല്ല എങ്കിൽ ഇതുപോലത്തെ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി ആയാലും ഉപയോഗിച്ചാൽ മതിയാകും. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ആദ്യം ചെടിയുടെ ചുറ്റുമുള്ള മണ്ണിളക്കി കൊടുത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് പിന്നെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെടികളിൽ ഇതുപോലെ മൊട്ടുകൾ വന്നു തുടങ്ങിയാൽ പിന്നെ ചാണകപ്പൊടി പോലെയുള്ള നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ചെടികളുടെ ഗ്രോത്ത്, അതായത് ഇലകളും കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കണം. ഞാൻ എപ്പോഴും മുട്ടുകൾ വന്നു തുടങ്ങിയാൽ പിന്നെ ബനാന പീൽ ഫെർട്ടിലൈസർ ആണ് ഉപയോഗിക്കാറ്. ഈ ബനാന പീൽ ലിക്വിഡ് ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. 3-4 പഴത്തിന്റെ തൊലി മാത്രമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇത് നേരിട്ട് തന്നെ ഒഴിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളത്തിൽ കലക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ബനാന പീൽ ലിക്വിഡ് ഫെർട്ടിലൈസർ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകാൻ വേണ്ടി ബനാന പീൽ പൗഡറും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഗ്രോ ബാഗുകൾ എപ്പോഴും നിറയ്ക്കുമ്പോൾ ഒരു 1/4 ഭാഗം മാത്രമേ നിറയ്ക്കാറുള്ളൂ. പിന്നെ ഓരോ 20 ദിവസം കൂടുമ്പോഴും ഇതുപോലെ പുതിയ പോട്ടിംഗ് മിക്സ് ബാക്ക് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ചെടികൾ മാറ്റി നടാൻ ഉപയോഗിച്ച സെയിം പോട്ടിംഗ് മിക്സ് തന്നെയാണ് കേട്ടോ ബാക്ക് ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പോട്ടിംഗ് മിക്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾ എന്നെ പോലെ 1/4 ഭാഗം അല്ല, ഗ്രോ ബാഗ് മുഴുവനായിട്ടും മണ്ണ് നിറച്ചിട്ടാണ് ചെടികൾ നടുന്നതെങ്കിൽ ഇതുപോലെ വെർമി കമ്പോസ്റ്റും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും മിക്സ് ചെയ്ത വളം ഇട്ട് കൊടുത്താലും മതി. കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഞാൻ സെപ്പറേറ്റ് എപ്പോഴും പൊടിച്ച് വെക്കാറുണ്ട്. ഈ ഒരു മിക്സിൽ എപ്പോഴും വെർമി കമ്പോസ്റ്റ് കൂടുതൽ എമൗണ്ടിൽ എടുക്കണം കേട്ടോ. കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒരു ചെടിക്ക് 1 കൈപ്പിടി മാത്രം മതി. അപ്പോൾ അതനുസരിച്ച് എടുക്കണേ. വളമിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ഇത് 3 ഇല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും ഓരോ 20 ദിവസം കൂടുമ്പോഴും ഇട്ട് കൊടുത്താൽ മതി.
ഇനിയിപ്പോൾ വെർമി കമ്പോസ്റ്റ് ഇല്ല, കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി മാത്രം ഉള്ളെങ്കിൽ അത് മൂന്നും കൂടി പുളിപ്പിച്ചൊഴിക്കാം ഇതുപോലെ. ഇനി എല്ലുപൊടി ഇല്ലെങ്കിലും സാരമില്ല, കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മാത്രം പുളിപ്പിച്ചൊഴിച്ചാലും മതി. ഇത് ഓരോ 7 ദിവസങ്ങൾ കൂടുമ്പോഴും ചെയ്തു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തക്കാളി ചെടികളിൽ കൊടുക്കാൻ പറ്റിയ വളങ്ങളുടെ ഒരുപാട് ഓപ്ഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വളപ്രയോഗങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഈ വളങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏത് വളങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം മാത്രം മറക്കരുത്, പൂക്കൾ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഈ പറഞ്ഞ വളപ്രയോഗങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ ഇലകൾ കുറവും ഒരുപാട് പൂക്കളും കായകളും ഉണ്ടാകും. റെഗുലറായിട്ട് ഈ പറയുന്ന വളപ്രയോഗങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലും പൂകൊഴിച്ചിലുണ്ട്, കായപിടുത്തം കുറവാണ്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. ഈ ഒരു കൊമ്പിൽ നോക്കിയേ ഇഷ്ടംപോലെ കായകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം കൊഴിഞ്ഞുപോയി. 1-2 ഒക്കെ കൊഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പോയാൽ അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഈ ഒരു ചെടി നോക്കിയേ, ഇതിലാകെ 2 കായേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുണ്ടായ പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞുപോയി. അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. പൂകൊഴിച്ചിലിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പൂകൊഴിച്ചിലിനുള്ള ആദ്യത്തെ പരിഹാരം എന്ന് വെച്ചാൽ ഹാൻഡ് പോളിനേഷൻ തന്നെയാണ്. ഞാനിവിടെ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാറ്. ഇത് ഓറൽ ബീയുടെ ടൂത്ത് ബ്രഷ് ആണ്. ഇതൊരു 4 വർഷം മുമ്പ് മേടിച്ച ബ്രഷാണ് കേട്ടോ. ബാറ്ററി ഓപ്പറേറ്റഡ് ടൂത്ത് ബ്രഷും കൊണ്ട് തന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് തട്ടി കൊടുത്താലും മതിയാകും. പൂകൊഴിച്ചിൽ തടയാൻ വേണ്ടി എപ്സം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എപ്സം സോൾട്ട് മേടിക്കുമ്പോൾ എപ്പോഴും ഈ ഫെർട്ടിലൈസർ ഗ്രേഡ് എപ്സം സോൾട്ട് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം കേട്ടോ വാങ്ങാൻ. എപ്സം സോൾട്ട് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചെടികളുടെ ഇലകളിലും പൂക്കളിലും ഒക്കെ സ്പ്രേയും ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 ലിറ്ററിന്റെ കണ്ടെയ്നർ ആയതുകൊണ്ടാണ് കേട്ടോ 1/2 ടീസ്പൂൺ മാത്രം ഞാൻ ഇട്ട് കൊടുത്തത്. ഈ വളം ചെടികളുടെ ചുവട്ടിൽ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ നിറച്ച് ചെടികളുടെ ഇലകളിലും പൂക്കളിലും ഒക്കെ നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു വളപ്രയോഗം 2 ആഴ്ച കൂടുമ്പോൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട്സ് വിസിബിൾ ആകുന്നതാണ്. നേരത്തെ നമ്മൾ കമ്പോസ്റ്റ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇത് ഇലകളിലും പൂക്കളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂകൊഴിച്ചിൽ തടയാൻ ഇത് സഹായിക്കും. പിന്നെ സീവീഡ് എക്സ്ട്രാക്ട്, ഫിഷ് അമിനോ ആസിഡ് ഇതുപോലത്തെ എല്ലാ വളങ്ങളും നിങ്ങൾക്ക് പൂകൊഴിച്ചിൽ തടയാൻ വേണ്ടി ഇലകളിലും പൂക്കളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫിഷ് അമിനോ ആസിഡും സീവീഡ് എക്സ്ട്രാക്റ്റും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വളത്തിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. മണ്ണിലെ കാൽഷ്യം ഡെഫിഷ്യൻസി കാരണവും പൂക്കൾ കൊഴിയാം. അതുകൊണ്ട് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുമ്മായമോ ഡോളോമൈറ്റോ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇൻ കേസ് നിങ്ങൾ മറന്നു പോകുകയാണെങ്കിൽ തന്നെ ഡോളോമൈറ്റ് ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിൽ ഡയറക്റ്റ് ആയിട്ടിട്ട് മണ്ണുമായി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. ചെടികൾക്ക് പെട്ടെന്ന് കാൽഷ്യം കിട്ടാൻ ഡോളോമൈറ്റ് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ മുട്ടത്തൊണ്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. ചെടികൾക്ക് പെട്ടെന്ന് കാൽഷ്യം കിട്ടാൻ വേണ്ടി മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവില്ല. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ ഡോളോമൈറ്റ് തന്നെ യൂസ് ചെയ്യണം. കാൽഷ്യം പെട്ടെന്ന് കിട്ടാൻ കാൽഷ്യം നൈട്രേറ്റും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പൂകൊഴിച്ചിൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൊണ്ടും ആകാം. അതിനുവേണ്ടി ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മൈക്രോ ന്യൂട്രിയൻസിന്റെ പാക്കറ്റ് വാങ്ങിച്ച് 1 ടീസ്പൂൺ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുക. മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണിച്ചത് ഞാൻ ഉപയോഗിക്കുന്നതും ഞാൻ വാങ്ങിക്കുന്നതുമായിട്ടുള്ള വളങ്ങളാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച ഏതെങ്കിലും വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ. ഇനി അടുത്ത ഗ്രോയിങ് സീസണിൽ തക്കാളി വളർത്തുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതോ പറയാൻ വിട്ടുപോയതോ ഏതെങ്കിലും വളങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.